വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻജോർഡിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. അമ്മ, എന്താ പേര്? സ്ഥലം എവിടെയാ? മൂവാറ്റുപുഴ. പേരെന്താ? ഏത് ക്ലാസ്സിലാ? ക്ലാസ് മറന്നു. ഒന്നില്. ഇനി രണ്ടിലാണോ? അത് ഇനി ഒന്നിലോ? ഇനി ഒന്നില്. ഓക്കെ. എന്ത് ചെയ്യുന്നു? ബഡ് സ്കൂളില്. ബഡ് സ്കൂളില്. എന്ത് വർക്ക് ചെയ്യുന്നു? ഇല്ല, വീട്ടില്. ഹായ്. ഏത് ക്ലാസ്സിലാ? 3-ലേക്കോ? ഓക്കെ. അതൊക്കെ വേണം. പാട്ട് വേണം, എന്ത് വേണമെങ്കിലും ആവാം. പാട്ട് പാടുമല്ലേ? രണ്ടുപേരുടെ ഒരുമിച്ച് പാടിയത്. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ആൻസർ നിങ്ങൾ രസകരമായിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു തരണം. ഇല്ല, എല്ലാവരുടെ കോമൺ ആയിട്ടാണ് ചോദിക്കുന്നത്. എല്ലാവരുടെ അടുത്ത് കോമൺ ആയിട്ടാണ് ചോദിക്കുന്നത്. അവിടെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. അറിയാന്നുള്ളവർക്ക് ചാടി പറയാം. അപ്പോഴത്തേക്കും ഞാൻ പോയിന്റ് തരും. അത്രയേ ഉള്ളൂ. രണ്ടുപേരും ഒരുമിച്ച് പറയണമെങ്കിൽ ക്യാൻസലാവും. ഓക്കെ. അപ്പോൾ പ്രോഗ്രാം 10 കുസൃതി ചോദ്യം, അതിന് ആൻസർ പറയുക. കൂടുതൽ ആൻസർ പറയുന്നവർക്ക് സമ്മാനം കിട്ടും. 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. കൈയില്ല, കാലില്ല, പല്ലുണ്ട് പക്ഷെ കടിക്കില്ല. എന്താണ്? ചെണ്ട അല്ല, പല്ലിയല്ല. കൈയില്ല, കാലില്ല, പല്ലുണ്ട് പക്ഷെ അത് കടിക്കില്ല ഒരിക്കലും. അടുക്കളയിൽ കാണുന്ന ഒരു സാധനമാണ്. യെസ്, ചിരവ. അടുക്കളയിലുള്ള എന്ത് ബന്ധപ്പെട്ടത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുമല്ലേ. ഇത് ആരുടെ പ്രോഡക്റ്റാ? എന്താ പേര്? ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. പേരെന്താ? പേര് പറയൂ. മൈക്ക് ഓൺ തന്നെ. ഒരു പാട്ട് പാടിയല്ലേ? ഒരു പാട്ട് പാടോ? ഒരു പാട്ട് പാടോ? ഇല്ല. പാട്ട് പാടോ? അതൊന്നും ഞാൻ തരില്ല. അയ്യോ, ഞാൻ തരത്തില്ല. പാട്ട് പാടോ? ഫൈസലൊരു പാട്ട് പാടോ? കാക്കി കാക്കി. ഇല്ല, ഒന്നും ആയില്ല. അപ്പൊ എന്നെ പറ്റിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാണാൻ പറ്റും പക്ഷെ പിടിക്കാൻ പറ്റില്ല. എന്താണ്? കാറ്റും കാണാൻ പറ്റൂലല്ലോ. നിഴല് കറക്റ്റ് ആൻസറാണ്. ഇവിടെ അല്ലേ ആൻസർ പറഞ്ഞു? ഇവിടെ ആരാ ആദ്യം പറഞ്ഞു? മോനാണ് ആദ്യം ആൻസർ പറഞ്ഞത് അല്ലേ? ഓക്കെ, കറക്റ്റ് ആൻസറാണ്. അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. മോൻ ആദ്യമായിട്ട് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞാൽ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നമ്മൾ പറയും തോറും അതിൻ്റെ മൂല്യം കുറഞ്ഞു വരും. നമ്മൾ എന്താ ഒരു ക്ലൂ തരികയാണെങ്കിൽ ക്ലൂ ഇതിലെങ്ങനെ കൊടുക്കും? ആദ്യമായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഒരു കാര്യം നമ്മൾ നല്ലൊരു നന്മ ചെയ്തിട്ട് അത് പറഞ്ഞുകൊണ്ട് നടന്നാൽ അതിൻ്റെ മൂല്യം കുറഞ്ഞു വരും ഇല്ലേ? പറയും തോറും കുറഞ്ഞു വരുന്നത് എന്താണ്? മൂല്യം കുറഞ്ഞു വരുന്നത് എന്താണ്? പക്ഷെ ആ ഒരു നന്മയെ നമ്മളൊരു പ്രത്യേക പേരിട്ട് വിളിക്കും. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എടുക്കും. പക്ഷെ അത് പറയുമ്പോൾ അതിൻ്റെ മൂല്യം കുറഞ്ഞു വരും. അല്ല, നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും, ഇപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മളെ മനസ്സറിഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു. പക്ഷെ അതിനൊരു പേര് പറയും. എനിക്കിങ്ങനെ ക്ലൂ തരാൻ പറ്റൂ. ആ ഒരു ക്വസ്റ്റ്യൻ. പൈസ അല്ല. സഹായിക്കുന്നു. അതിനൊരു ഉപകാരമല്ല, വേറൊരു സംഭവമുണ്ട്. സാധാരണ ട്രസ്റ്റുകളൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് തന്നെ. അതിനൊരു പേരുണ്ട്. എന്താണത്? ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് അത് പറഞ്ഞുകൊണ്ട് നടന്നാൽ അതിൻ്റെ ആ ഒരു മൂല്യമേ അങ്ങ് കുറയും. എന്താണ്? ദാനം കറക്റ്റ് ആൻസറാണ്. ഒരു 2 ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഉമ്മച്ചി പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഈ ഒരു സാധനം ജനിക്കുമ്പോൾ വെളുത്ത കളറിലാണ്, വളരുമ്പോൾ പച്ച കളറ്, മരിക്കുമ്പോൾ ചുവപ്പ് കളർ. എന്താണ്? തണ്ണിമത്തനല്ല. ഇത് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. വീട്ടിലെ അടുക്കളയിലൊക്കെ എപ്പോഴും കാണും. ഇത് ജനിക്കുമ്പോൾ വൈറ്റ് കളർ, വെള്ള കളർ, വളരുമ്പോൾ ഒരു പച്ച കളറാവും. മരിക്കാൻ നേരത്തെ ചുവപ്പായിട്ടാണ് ഇത് മരിക്കുന്നത്. തീയല്ല, മുളക്. ഓ, അമ്മച്ചി എന്താ പറഞ്ഞ്? എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. എൻ്റെ അടുത്ത് ചോദിക്കണ്ട. ബുദ്ധിമതി. എന്നിട്ട് മുളക് ആൻസർ
ക്ലാസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജീവിക്കാനായിട്ട് വെള്ളം വേണം ഈ ഒരു സാധനത്തിന്. ജീവിക്കാന്ന് വെച്ചാൽ അത് രൂപപ്പെട്ട് വരുന്നെങ്കിൽ വെള്ളം വേണം. പക്ഷേ വെള്ളത്തിൽ വീണാൽ മരിക്കുകയും ചെയ്യും. എന്താണ്? തീയല്ല. ഇവിടെ കടലുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഈ ഒരു സാധനം ജനിക്കണമെങ്കിൽ വെള്ളം വേണം. വെള്ളത്തിൽ നിന്നാണ് ഈ ഒരു സാധനം ജനിക്കുന്നത്. മീനല്ല, പക്ഷെ വെള്ളത്തിൽ വീണാൽ മരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സാധനം. ഉറുമ്പല്ല, വരണ ഒരു സാധനം. അമ്മച്ചി കാലക്ക് ഇന്നത്തെ ഗിഫ്റ്റ് മിക്കവാറും അമ്മച്ചി എന്നെ കൊണ്ടുപോകുന്ന ലക്ഷണങ്ങളുണ്ട്. എന്റെ അടുത്തൊന്നും ചോദിക്കരുതേ, എനിക്കറിയത്തില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ അമ്മച്ചീനെ പറയും. ഈ ഒരു സാധനം പൊട്ടിച്ചാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. എന്താണ്? ഇതും അടുക്കളയിലൊക്കെ ഉള്ള സാധനമാണ്, നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പൊട്ടിച്ചാൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂ. എന്താണ്? എനിക്ക് അപ്പഴേ അറിയാമായിരുന്നു അമ്മച്ചി ആൻസർ പറയുന്നു. അപ്പോൾ 3 ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ അമ്മച്ചിയും പറഞ്ഞു. 2. 3 ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. കൊച്ചു കള്ളി ഇങ്ങനെ ഇരുന്നാ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഒരിക്കൽ മാത്രം നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വഴിയുണ്ട്. എന്താണത്? ഒരിക്കൽ മാത്രമേ ഈ ഒരു വഴിയെ കൂടി നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ. നേർവഴിയല്ല, നേർവഴി. എന്താ? അല്ല, നമ്മളിപ്പോ ആ ഒരു ഇതിലങ്ങ് എന്താണ്, അതൊരു പ്രത്യേക ക്ലൂ തരാനായിട്ടൊന്നുമില്ല. ഒരിക്കൽ മാത്രമേ ആ ഒരു വഴിയിൽ കൂടി നമുക്ക് പോവാൻ പറ്റൂ. ആ ഒരു വഴിയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്? പൊതുവഴിയല്ല, ഇടവഴിയല്ല. ഒരിക്കൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വഴി. പക്ഷെ അവിടെ നമ്മൾ ഒരിക്കൽ ആ ഒരു വഴിയിൽ കൂടി സഞ്ചരിച്ചാൽ പിന്നെ ബാക്കിലോട്ട് പോയിട്ട് ആ വഴിയിൽ കൂടി പോകാൻ പറ്റത്തില്ല. ഒരിക്കൽ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ. നമ്മൾ ആ വഴിയിൽ കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടല്ല. അമ്മച്ചിയൊക്കെ ആ വഴിയിൽ കൂടെ സഞ്ചരിച്ച് ഏറ്റവും ലാസ്റ്റ് എത്തി. അതെന്താണ് ആ വഴി? കഷ്ടപ്പാടല്ല, മരണമല്ല, ജനനമല്ല. നമ്മുടെയൊക്കെ ഒരു എന്താണത്? എന്താ പറയാനാ? എന്നെ ഒന്നും പറയരുത് ലാസ്റ്റ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസാ. ഒരിക്കൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വഴി. ടൈം ഔട്ടായി. ജീവിതം. ജീവിതം. ആ ജീവിതത്തിന്റെ വഴി കൂടെ നമുക്ക് ഒരിക്കൽ മാത്രമല്ലേ സഞ്ചരിക്കാൻ പറ്റൂ. വീണ്ടും നമുക്ക് ബാക്ക് അടിച്ച് പോകാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ അർത്ഥം. എല്ലാവരും അന്തം വിട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ എന്നെ ഒന്ന് കണ്ടാൽ നിങ്ങൾ രണ്ടാകും. എന്താണ്? എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ എന്നെ ഒന്ന് കണ്ടാൽ നിങ്ങൾ രണ്ടാകും. അപ്പോഴേ എന്താണ്? നിഴലല്ല. നമ്മൾ സാധാരണ അതിൽ നോക്കിയിട്ടൊക്കെയാണ് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാറുണ്ട്. കണ്ണാടി കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഇവിടെ 3 ക്വസ്റ്റ്യൻ, ഇവിടെ 3. അമ്മയാണോ അത്? അമ്മയും മകളുമാണ്. അല്ല, എൻ്റെ മകളാണല്ലേ. ഓക്കെ. അപ്പോൾ അമ്മയും മകളും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് എവിടെ പോണ്ടേ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ പറയുന്നത് കേൾക്കും, പക്ഷെ മറുപടി തിരിച്ചു തരത്തില്ല. അതേ മറുപടി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്താണ്? എക്കോ. എക്കോ കറക്റ്റ് ആൻസറാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ആക്കണമെന്ന KSEBയുടെ വാക്കുകൾ അനുസരിക്കുന്ന ഒരു ജീവിയുണ്ട്. ഏതാണ്? ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ആക്കണം എന്ന KSEBയുടെ വാക്കുകൾ അനുസരിക്കുന്ന ഒരു ജീവി. ഉറുമ്പല്ല. ഈ ജീവിയിൽ ലൈറ്റ് ഉണ്ട്. മിന്നാമിനിങ് കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഇന്നത്തെ എൻജോയ് പ്രോഗ്രാമിന്റെ വിജയാരെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഉമ്മച്ചിയും ടൈയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. 2 പേരിൽ വേറെ ആരും മിണ്ടരുത്. 2 പേരിൽ ആരാണോ ആദ്യം പറയുന്നത് അവരാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം. ഓക്കെ. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ, സ്വന്തമായിട്ട് വീടുള്ള ജീവി ഏതാണ്? ചീവീട് കറക്റ്റ് ആൻസറാണ്. പേരെന്തായിരുന്നു? ഫാത്തിമ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി നമ്മുടെ ഫാത്തിമ ആൻറ്റിയാണ്. ആൻറ്റിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരമുണ്ട്, നൽകാം.
മധുരപ്പാതീനേഴിൻ ലങ്കി മാറിയും നോളെ 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 മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീനേഴിൻ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ. അപ്പോൾ ഇന്നത്തെ ഇൻഷോർട്ടിൻ്റെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.